ലാസ്റ്റ് ടൈം ഞാൻ ET സമ്മിറ്റിൽ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വളരെ വിനയാന്വിതനായി തന്നെയാണ് പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ 3-ാം ടേമിൽ ഞങ്ങൾ വളരെ വേഗത്തിൽ ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണിയെടുക്കുമെന്ന്. എനിക്ക് തീർച്ചയായും വിശ്വാസമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ആ വേഗത ഇന്ന് രാജ്യത്ത് സംഭവിക്കുന്നുമുണ്ട്. അത് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. തുടർച്ചയായി 3-ാം തവണ ഞങ്ങൾ അധികാരത്തിലെത്തിയതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ BJP NDA സർക്കാരുകളാണ് ജയിച്ചത്. ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസമാണ് അവിടെ കാണാൻ കഴിയുന്നത്. 2024 ജൂൺ മാസം ഒറീസയിലെ ജനങ്ങളാണ് വികസിത ഭാരതം എന്ന ഞങ്ങളുടെ സ്വപ്നത്തിന് കൂടുതൽ ശക്തി നൽകിയതെങ്കിൽ പിന്നീട് ഹരിയാനയിലെ ജനങ്ങളും ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കും വിധം ഞങ്ങളെ അനുകൂലിച്ചു. പിന്നെ മഹാരാഷ്ട്രയും ഇപ്പോൾ ഇവിടെ ദില്ലിയിലും. ദില്ലിയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അഭൂതപൂർവമായ പിന്തുണയാണ് നൽകിയത്. വലിയ വിജയമാണ് നൽകിയത്. നോക്കൂ, ഇത് വളരെ വലിയൊരു അക്നോളജ്മെൻ്റ് ആണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന രാജ്യ സർക്കാരിൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള ജനങ്ങളുടെ തീരുമാനമാണ് ഈ രാഷ്ട്രീയ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഫ്രാൻസിലും അമേരിക്കയിലും പോയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ഇന്ന് ലോകത്തിലെ ഏതൊരു വലിയ രാജ്യമായാലും എത്ര വലിയ സംഘടനയാണെങ്കിലും ഭാരതത്തെ വിശ്വാസത്തിലെടുക്കുന്നത് പോലെ മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഭാരതം ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ചുമതലപ്പെട്ട, ആ തരത്തിൽ ലോകം വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറിയിരിക്കുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭാരതം അവരെ നയിക്കാൻ പോലും കഴിയുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, 2014 ഭാരതത്തിലെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് അധികാരം നൽകിയില്ലായിരുന്നെങ്കിൽ നിങ്ങളും ആലോചിച്ച് നോക്കൂ, എന്താകുമായിരുന്നു ഭാരതത്തിൻ്റെ അവസ്ഥ. 2014 ശേഷം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഭാരതത്തിൽ റിഫോംസിൻ്റെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ലായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഇതൊന്നും സംഭവ്യമാകില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയായിരുന്നു 2014 മുമ്പ് ഈ രാജ്യം ചലിച്ചിരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഹിന്ദി മനസ്സിലാക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഈ ഭാരതവും ഭാരതീയരും നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്പീഡ് ഓഫ് ഡെവലപ്മെൻറ്റും കോൺഗ്രസിൻ്റെ സ്പീഡ് ഓഫ് കറപ്ഷനും അഴിമതിയും രണ്ടും ഈ രാജ്യത്തെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതേ ഭരണവും അതേ രീതിയുമാണ് ഇവിടെ തുടർന്നിരുന്നതെങ്കിൽ ഭാരതത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാകുമായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം നശിച്ചു പോകുമായിരുന്നു അവരാണ് ഭരിച്ചിരുന്നതെങ്കിൽ. 2014 കോൺഗ്രസ് സർക്കാർ ഈ ഒരു ലക്ഷ്യം നിശ്ചയിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്തെന്നറിയുമോ, 2044 അതായത് 2014 അവരുടെ മനസ്സിലുണ്ടായിരുന്നത്, അവരുടെ ബജറ്റിൽ അവർ പ്രഖ്യാപിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. 2044 ഭാരതത്തെ നിലവിലുള്ള 11ാം സ്ഥാനത്ത് നിന്ന് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നത് 2014 കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2044 അതായത് 2014 അവർ ചിന്തിച്ചത് 30 വർഷത്തിന് ശേഷം ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു കോൺഗ്രസിൻ്റെ സ്പീഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്നാൽ നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ
ആദ്യ 10 വർഷം കൊണ്ട് മാത്രം ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തി ആയിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, വരുന്ന വളരെ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി തലയുയർത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാനാകും. നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കൂ. ഞങ്ങളുടെ ഈ കാലഘട്ടവും അവരുടെ 2044 യുവാക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു രാജ്യത്തിന് ഈ വേഗതയാണ് ആവശ്യം. ഭാരതം ആ വേഗതയിലാണ് ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മുൻകാലത്തെ സർക്കാർ റിഫോംസിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായിരുന്നില്ല. അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് അവരുടെ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഈ ഭാരതത്തിന് വേണ്ടി റിഫോംസ് നടത്തുന്നത് ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ്. അവരുടെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു: എന്തിനു വേണ്ടിയാണ് റിഫോംസിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ജനങ്ങളെന്തായാലും അടുത്ത 5 വർഷം ഭരിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ആ അധികാരത്തിൻ്റെ ലഹരിയിൽ ഇരുന്നു കൊണ്ട് സുഖിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാം. അങ്ങനെയായിരുന്നു അവരുടെ രീതി. വളരെ വലിയ റിഫോംസ് കൊണ്ട് ഈ രാജ്യത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളൊരു ചിന്ത പോലും അവർക്കുണ്ടായിരുന്നില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബിസിനസ് ചെയ്യുന്നവരാണ്, വ്യാപാരികളാണ്. വെറും കണക്കുകൾ മാത്രം നോക്കിയല്ലല്ലോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ട്രാറ്റജി ഓരോ കാലഘട്ടത്തിലും റിവ്യൂ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താറുണ്ട്, ഇല്ലേ? പഴയ പല ശീലങ്ങളും നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ, അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കൃത്യമായി അത് പഠിച്ച് മാറ്റില്ലേ? ആരും വിത്തെടുത്ത് കുത്തി ഭക്ഷിക്കാറില്ല. നമ്മുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഭാരതത്തിൻ്റെ ഭരണകൂടങ്ങളെ നോക്കിയാൽ, സർക്കാരുകളെ നോക്കിയാൽ, ബ്രിട്ടീഷുകാരുടെ കാലത്തെ അടിമത്തത്തിൻ്റെ ആ മാനസികാവസ്ഥ തുടർന്നു പോരുന്ന ഒരു രീതിയാണ് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ തുടർന്നു പോന്നിരുന്നത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി പല വർഷം കഴിഞ്ഞിട്ടും ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും മഹത്തരമാണെന്നുള്ള രീതിയിലാണ് ഈ രാജ്യം ഭരിച്ചിരുന്നവർ ചിന്തിച്ചിരുന്നത്. നമ്മൾ മിക്കവാറും ചർച്ചകളിലൊക്കെ വലിയ വലിയ ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു വാചകമുണ്ട്. ഏതോ വലിയ മഹത്തായ മന്ത്രം പോലെയാണ് അത് എല്ലാവരും ഏറ്റുപറയുന്നത്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ്. ഇത്തരം വാചക കസർത്തുകൾ നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ മാറ്റം വരുത്താൻ എന്ത് ചെയ്തു ഇവർ? അത് ശരിയാക്കാൻ, അതിന് നീതി കിട്ടാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഒരു ചർച്ചയും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അത്തരം കാര്യങ്ങളിലേക്ക് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേക ഇക്കോസിസ്റ്റമുണ്ട്. അതിൽ കുറച്ചാളുകൾ ഇവിടെയും ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച വരാൻ പോലും ഇവർ സമ്മതിക്കാറില്ല. എന്നു മാത്രമല്ല, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകമാകുന്ന ചർച്ചകൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് അവർ ശ്രദ്ധാലുക്കളുമാണ്. ഞാൻ പറയുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്ത് നല്ല കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. വിമർശനങ്ങൾ മാത്രം പോരാ. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ചർച്ചകളും ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇവിടെ ഇങ്ങനൊരു രീതി തന്നെയായിപ്പോയി. നെഗറ്റീവുകൾ മാത്രം എടുത്തു പറയുക, രാജ്യം മുഴുവൻ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുക, അങ്ങനെ പറയുന്നതാണ് ഡെമോക്രസി എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഡെമോക്രസിക്ക് എന്തോ തകരാറുണ്ടാക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ വൃത്തികെട്ട മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യം പുറത്തു വരേണ്ടതുണ്ട്. അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ തുടർന്നു പോന്നിരുന്ന പീനൽ കോഡ് എന്ന് പറയുന്നത് 1860കളിൽ നിലവിൽ വന്നിരുന്നതാണ്. 1860കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. അതുപോലും നമുക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം അടിമത്തത്തിൻ്റെ ആ മാനസികാവസ്ഥയിൽ ജീവിച്ച് അവർക്ക് ശീലമായിപ്പോയി. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ പോലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1860കളിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഭാരതീയരെ അടിച്ചമർത്തുക എന്നത് തന്നെയാണ്.
ആ നിയമവും വെച്ച് 75 വർഷം സ്വാതന്ത്ര്യം നേടിയിട്ടും ഭാരതം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഭാരതീയർക്ക് ന്യായം കിട്ടുന്നത്, നീതി കിട്ടുന്നത്? ഭാരതീയർക്ക് നീതി കിട്ടുക എന്നുള്ള ഉദ്ദേശം ഈ നിയമം ഉണ്ടാക്കിയവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി വ്യവഹാരം വർഷങ്ങളോളം നീണ്ടുപോയതും നീതി കിട്ടാൻ വൈകിയതും. ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അതിൽ ഞങ്ങൾ മാറ്റം വരുത്തി. അത് വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നൊന്നായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിരവധി ചർച്ചകളും നിരവധി റിഫോംസിനും ശേഷമാണ് അത്തരമൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് മാൻ പവറും മണിക്കൂറുകളും വേണ്ടി വന്നു ഈ നിയമം മാറ്റിയെടുക്കാൻ, ഈ രാജ്യത്ത് നടപ്പിലാക്കിയെടുക്കാൻ. അങ്ങനെയാണ് പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ഭാരതീയ ന്യായ സംഹിത എന്ന നിയമം ഇവിടെ നടപ്പിലായത്. ആ നിയമം നടപ്പിലാക്കിയിട്ട് വെറും 8 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ടുണ്ടായ മാറ്റം വളരെ വലുതാണ്, പ്രകടമാണ്. ആ മാറ്റം നിങ്ങൾക്കൊരിക്കലും പത്രങ്ങളിൽ കാണാൻ കഴിയില്ല. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പോയി ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇന്ന് ഒരു ട്രിപ്പിൾ മർഡർ കേസിൽ FIR ഇട്ട് അന്വേഷണം പൂർത്തിയാക്കി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വെറും 14 ദിവസം മാത്രം മതി. 14 ദിവസം. പ്രതിക്കുള്ള പ്രായപരിധിയുടെ ഇളവുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം ഒരു കൊലപാതക കേസിൽ 20 ദിവസം കൊണ്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തതിൻ്റെ ഉദാഹരണം ഇവിടെയുണ്ട്. ഗുജറാത്തിൽ ഒരു ഗ്യാങ് റേപ്പുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 9-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഒക്ടോബർ 20-ാം തീയതി തന്നെ ചാർജ് ഷീറ്റ് നൽകി കേസ് പൂർത്തിയാക്കി. കോടതി വ്യവഹാരങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫെബ്രുവരി 15-ന് അതിലെ പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു. ഈ വേഗതയാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയർക്ക് ഉറപ്പു നൽകുന്നത്. ആന്ധ്രാപ്രദേശിൽ വെറും 5 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് അതിക്രമം കാണിച്ചു ഒരുത്തൻ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പ്രതിക്ക് കോടതി നൽകിയത് 25 വർഷത്തെ തടവുശിക്ഷയാണ്. ആ കേസിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഡിജിറ്റൽ എവിഡൻസുകൾ ഒരുപാട് സഹായം ചെയ്തു. നമ്മുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള മാറ്റങ്ങൾ കാരണമാണ് ഡിജിറ്റൽ എവിഡൻസുകൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് റേപ്പിൽ പ്രതിയായ ഒരാളെ പോലീസ് പരിശോധിക്കുമ്പോൾ അയാൾ മറ്റൊരു സംസ്ഥാനത്തും ഇതേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അത് കാരണം കോടതിക്ക് വളരെ പെട്ടെന്ന് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാനും ശിക്ഷ വിധിക്കാനും കഴിയുന്നുണ്ട്. ഈ രീതിയിൽ ഭാരതീയ ന്യായ സംഹിത ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ വെറും 8 മാസം കൊണ്ട് മാത്രം ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കിയതിൻ്റെ പേരിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനാകും. അതായത് ഇന്ന് ഭാരതീയർക്ക് വളരെ വേഗതയിൽ നീതി ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെ വളരെ വലിയൊരു മാറ്റം സാധാരണക്കാരുടെ പ്രോപ്പർട്ടി റൈറ്റ്സിന് മേലിലും ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തെ സാധാരണക്കാരന് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഭൂമിക്ക് മേൽ കൃത്യമായ ഉടമസ്ഥാവകാശം ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊരു പഠനം തന്നെ ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് അവരുടെ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശ രേഖ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ടവന് അവൻ്റെ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അവൻ്റെ കൈവശമുണ്ടെങ്കിൽ തന്നെ അവൻ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മുക്തനായി മാറുകയാണ്. ഇങ്ങനെയൊരു പ്രശ്നത്തെക്കുറിച്ച് 2014 മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. ആർക്കായിരുന്നു ഇതിനൊക്കെ സമയം? അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയൊന്നും ആകാനും പോകുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നായിരിക്കണം എനിക്ക് മുമ്പ് ഭരിച്ചിരുന്നവർ ചിന്തിച്ചത്. പക്ഷേ ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഈ ചിന്താഗതിയിൽ രാജ്യം ഭരിച്ചാൽ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകില്ല, രാജ്യത്തെ പൗരന്മാർക്കും മുന്നോട്ട് പോകാനാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വമിത്വ യോജന എന്ന പദ്ധതി കൊണ്ടുവന്നത്. സ്വമിത്വ യോജന എന്ന പദ്ധതി പ്രകാരം നമ്മുടെ ഭാരതത്തിലെ 3 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച്
കൃത്യമായ സർവേകൾ നടത്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഭാരതത്തിൽ ഉടമസ്ഥാവകാശം ഇല്ലാതിരുന്ന 2.5 കോടിയിലധികം പാവപ്പെട്ടവർക്ക് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിശ്ചയിച്ച് പ്രോപ്പർട്ടി കാർഡ് രജിസ്റ്റർ ചെയ്ത് നൽകി. നോക്കൂ, ഞാൻ ഇവർക്ക് ഇന്നൊരു ഹെഡ്ലൈൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാർത്തയാക്കട്ടെ. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമില്ല. നോക്കൂ, സ്വമിത്വ യോജന പദ്ധതി പ്രകാരം ഭാരതത്തിൽ 100 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഭൂമിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 100 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഭൂമി. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ 100 ലക്ഷം കോടി രൂപ വാല്യൂ ഉള്ള ഈ ഭൂമി ഉണ്ടല്ലോ, ഇത് നേരത്തെയും ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഉടമസ്ഥാവകാശത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല, രേഖകളുണ്ടായിരുന്നില്ല. ഭൂമി അവരുടെ കൈവശമുണ്ടെങ്കിൽ പോലും ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അവരുടെ കൈവശം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ബാങ്കും ലോൺ കൊടുക്കുമായിരുന്നില്ല. ഇന്ന് ആ ബുദ്ധിമുട്ട് എല്ലാ കാലത്തേക്കുമായി അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അവരുടെ സ്വന്തം ഭൂമി അവർ കീടുവെച്ച് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. കുട്ടികളെ പഠിപ്പിക്കാം, കുട്ടികളെ കല്യാണം കഴിച്ചയക്കാം. സ്വമിത്വ യോജന പ്രകാരം നൽകിയ ഈ പ്രോപ്പർട്ടി കാർഡ് ഉപയോഗിച്ച് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്പെട്ടത് എന്നുള്ളതിൻ്റെ കൂടി ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിലെ ഒരു സഹോദരിയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ആ സഹോദരിക്ക് സ്വമിത്വ യോജന പ്രകാരം അവരുടെ ഭൂമിക്ക് പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുകയുണ്ടായി. അവരുടെ കുടുംബം ഏതാണ്ട് 20 വർഷത്തിലധികമായി ഒരു ചെറിയ വീട്ടിലാണ്, ഒരു ഓലപ്പുരയിലാണ് കഴിഞ്ഞിരുന്നത്. ആ പ്രോപ്പർട്ടി കാർഡ് ഉപയോഗിച്ച് അവർ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ ലോൺ എടുത്ത് ആ സഹോദരി ഒരു ചെറിയ കട തുടങ്ങി. ഇന്ന് അവരുടെ കടയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കുട്ടികളുടെ ഉന്നത പഠനത്തിന് വേണ്ടി അവർക്ക് സാമ്പത്തികം നൽകാൻ കഴിയുന്നു. സ്വമിത്വ യോജന എന്ന പദ്ധതി കൊണ്ട്, ആ പ്രോപ്പർട്ടി കാർഡ് കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടായ പരിവർത്തനമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു സംസ്ഥാനത്ത് ഒരു ഗ്രാമത്തിൽ മറ്റൊരാൾ ഇതുപോലെ തന്നെ അയാളുടെ അനുഭവം എന്നോട് പറഞ്ഞിരുന്നു. ഈ പ്രോപ്പർട്ടി കാർഡ് ഉപയോഗിച്ച് അയാൾ 4.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആ പണം ഉപയോഗിച്ച് അവർ ഒരു ചെറിയ വാഹനം വാങ്ങി ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നു. മറ്റൊരു ഗ്രാമത്തിൽ ഇതുപോലെ തന്നെ പ്രോപ്പർട്ടി കാർഡ് ഉപയോഗിച്ച് ഒരു കർഷകൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ മോഡേൺ ഇറിഗേഷൻ ഫെസിലിറ്റി വെച്ച് അദ്ദേഹത്തിന് കൂടുതൽ കാർഷിക നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനാകും. നമ്മുടെ രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ സാധാരണക്കാർക്ക് പുതുതായി വരുമാനമുണ്ടായതിൻ്റെയും അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായതിൻ്റെയും നിരവധി കഥകൾ. പക്ഷേ ഈ കഥകളൊന്നും നിങ്ങൾക്ക് മാധ്യമങ്ങളിലും പത്രങ്ങളിലും ടി വിയിലും കാണാൻ കഴിയില്ല. അവർക്കതിൽ താല്പര്യമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് നിരവധി പിന്നോക്ക ജില്ലകളുണ്ടായിരുന്നു. ആ ജില്ലകൾ പിന്നോക്കമായി പോയത് അവിടെയുള്ള ആളുകളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ രാജ്യം ഭരിച്ചിരുന്ന സർക്കാരുകൾ, വിവിധ വകുപ്പുകൾ ആ ഗ്രാമങ്ങൾ വളരെ ദൂരെ ആയതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നത് കൊണ്ട് ആ ഗ്രാമങ്ങൾ പിന്നോക്ക ജില്ലയായി പോയതാണ്. അത് അവിടെ ജനിച്ചവരുടെ കുറ്റമാണോ? അവിടെ താമസിക്കുന്നവരുടെ കുറ്റമായിരുന്നോ? അല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളുടെ കുറ്റമായിരുന്നു. ഇത്തരം ജില്ലകൾക്ക് പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി അവരെ പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് പകരം അവരെ പിന്നോക്ക ജില്ലകൾ എന്ന ഗണത്തിൽപ്പെടുത്തി അതിൻ്റെ വിധിക്ക് വിടുകയായിരുന്നു മുൻ സർക്കാരുകളുടെ പതിവ്. ഇത്തരം ജില്ലകളെക്കുറിച്ച് സംസാരിക്കാനോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അതിൽ കൈവെക്കാനോ ഒരു വകുപ്പും ഒരു ഭരണകൂടവും ഒരു ഉദ്യോഗസ്ഥരും തയ്യാറായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പോലും കരുതിയിരുന്നത് ഇത്തരം ജില്ലകളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണ് എന്നാണ് അവർ പോലും കരുതിയിരുന്നത്. ഞാൻ അതിനെ ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് കണ്ടത്. ഇതിൽ മാറ്റം വരുത്തണം. സർക്കാരിൻ്റെ മുൻ ധാരണകളെല്ലാം ഞാൻ മാറ്റി, രീതികൾ തന്നെ മാറ്റി. ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രീതിയിൽ പിന്നോക്കവൽക്കരിക്കപ്പെട്ടു പോയ ഭാരതത്തിലെ 100-ലധികം ജില്ലകൾ
പ്രത്യേകമായി കണ്ടെത്തി പട്ടിക തയ്യാറാക്കി. ഞാൻ അത്തരം ജില്ലകളെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ എന്ന് വിളിച്ച് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. ഞാൻ ഭാരതത്തിലെ ഊർജ്ജസ്വലരായ സമർത്ഥരായ ചെറുപ്പക്കാരെ ഉദ്യോഗസ്ഥരെ ഇത്തരം ജില്ലകളിലേക്ക് ജോലിക്കയക്കാൻ തുടങ്ങി. വിവിധ പദ്ധതികൾ തയ്യാറാക്കി അവരെ ഉപയോഗിച്ച് ഏറ്റവും അടിത്തട്ടിൽ വരെ സർക്കാരിൻ്റെ പദ്ധതികൾ എത്തിച്ചേരും വിധം ഓരോ ഗ്രാമവും ഏത് സൂചികയിലാണ് ഏറ്റവും പിന്നിലുള്ളത് അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ ഞാൻ ഓരോ ഗ്രാമത്തിനും വേണ്ടി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി. അതിനെ ഒരു മിഷൻ മോഡിൽ ഞാൻ തന്നെ നേരിട്ട് ഏകോപനം ഏറ്റെടുത്തു. ഞാൻ തിരഞ്ഞെടുത്ത അത്തരം ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകളിൽ പലതും ഇന്ന് ഭാരതത്തിൻ്റെ ഇൻസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകളായി മാറിയിരിക്കുന്നു. 2018 അസമിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് മുൻ സർക്കാരുകൾ പിന്നോക്ക ജില്ലകളായി പരിഗണിച്ച് ഉപേക്ഷിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അസമിലെ ബാർപേട്ട ജില്ലയിൽ കേവലം 26% സ്കൂളുകളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി ടീച്ചർ ഉണ്ടായിരുന്നത്. വെറും 26% സ്കൂളുകളിൽ മാത്രം. എന്നാൽ ഇന്ന് അതേ ജില്ലയിൽ 100% സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി എത്രയാണോ ടീച്ചർമാർ വേണ്ടത് ആ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞു. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ബീഹാറിലെ ബെഗുസരായ് ജില്ലയിൽ നല്ല ആരോഗ്യമുള്ള ഗർഭിണിയായ അമ്മമാരുടെ എണ്ണം വെറും 21%. കാരണം അവർക്ക് വേണ്ടത്ര ന്യൂട്രീഷ്യൻസ് ഫുഡ് ലഭിക്കുമായിരുന്നില്ല. ബജറ്റില്ലാത്തത് കൊണ്ടല്ല, ബജറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഫോക്കസ് ചെയ്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള താല്പര്യം രാജ്യം ഭരിക്കുന്നവർക്കും ഉണ്ടായിരുന്നില്ല, ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ചന്ദോലി ജില്ലയിൽ ഇത് വെറും 14% മാത്രമായിരുന്നു. ഇന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും, ഈ 2 ജില്ലയിലും അത് 100%മാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞു. ഇതേ രീതിയിൽ കുട്ടികളുടെ 100% വാക്സിനേഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായും യു പിയിലെ സാവസ്തിയിൽ വെറും 49% മാത്രമായിരുന്ന വാക്സിനേഷൻ 86%മാക്കാൻ ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിൽ 67%മായിരുന്നത് 94%മാക്കാനും ഈ പ്രത്യേക പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതുപോലെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന പദ്ധതി വളരെ വിജയകരമായതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ പിന്നോക്കവൽക്കരിക്കപ്പെട്ടു പോയ 500ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളെ കണ്ടെത്തി ആ ബ്ലോക്ക് പഞ്ചായത്തുകളെ ആസ്പിറേഷണൽ ബ്ലോക്കുകൾ എന്ന തലത്തിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകം ഫോക്കസ് നൽകി ഓരോരോ സൂചികകളിലും അവരെ രാജ്യ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി പ്രത്യേകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, രാജ്യത്ത് ഏറ്റവും പിന്നോക്കവൽക്കരിക്കപ്പെട്ടു പോയ 500 ബ്ലോക്ക് പഞ്ചായത്തുകളെ ഞങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജ്യം തന്നെയാണ് വളരാൻ പോകുന്നത്. വളരെ വലിയ മാറ്റമാണ് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ പ്രകടമാകാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിരവധി ബിസിനസ് സംരംഭകരാണുള്ളത്. നിങ്ങൾ കാലങ്ങളായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ സർക്കാരുകളെയും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാക്കാനും പറയാനുമാകും 10 വർഷത്തിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, ഇന്ന് 10 വർഷത്തിന് ശേഷം ഭാരതം എവിടെ എത്തി നിൽക്കുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. 10 വർഷത്തിനു മുമ്പ് ഭാരതത്തിലെ ബാങ്കുകൾ കിട്ടാക്കടത്താൽ ഉഴറി ഏതാണ്ട് പൂർണ്ണമായി തകർന്ന സ്ഥിതിയിലായിരുന്നു. കോടിക്കണക്കിന് ഭാരതീയർ ഭാരതത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റവുമായി യാതൊരു തരത്തിലും കണക്റ്റഡ് പോലുമായിരുന്നില്ല. 10 വർഷത്തിനു മുമ്പ് ഭാരതം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു രാജ്യമായിരുന്നു. എന്തിൻ്റെ കാര്യത്തിൽ? ബാങ്കിൽ നിന്നും സാധാരണക്കാർക്ക് കടം ലഭിക്കുന്ന കാര്യത്തിൽ. ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് വായ്പകൾ ലഭിക്കുന്നത്? ഭാരതത്തിൻ്റെ ബാങ്കിങ് സെക്ടർ ശക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിവിധ മേഖലകളിൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്തു. ബാങ്കിങ് ദ അൺബാങ്ക്, സെക്യൂറിങ് ദ അൺസെക്യൂർഡ്, ഫണ്ടിങ് ദ അൺഫണ്ടഡ്. ഇത് ഞങ്ങളുടെ പ്രത്യേക സ്ട്രാറ്റജി തന്നെയായിരുന്നു. 10 വർഷത്തിനു മുമ്പ്
ഇവിടെ ഇങ്ങനൊരു ചർച്ചയുണ്ടായിരുന്നു, എല്ലായിടങ്ങളിലും ബാങ്കുകൾക്ക് ബ്രാഞ്ച് പോലുമില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നവർ ചോദിച്ചിരുന്നു. നോക്കൂ, ഇന്ന് ഭാരതത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചുകൾ ബാങ്കുകളായി മാറിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് വായ്പകൾ ലഭിക്കുന്നത് എളുപ്പമാക്കിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുദ്രാ യോജന. മുദ്രാ യോജന പ്രകാരം മുൻകാലങ്ങളിൽ ബാങ്കിൻ്റെ നിയമപ്രകാരം ലോണുകൾ ലഭിക്കാൻ അർഹതയില്ലാതിരുന്ന ആളുകൾക്കാണ് 32 ലക്ഷം കോടി രൂപയിലധികം മുദ്രാ യോജന പ്രകാരം ലോൺ ലഭിച്ചത്. ഇത് എത്ര വലിയ മാറ്റമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് ലോൺ ലഭിക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് തെരുവ് കച്ചവടക്കാർക്ക് പോലും ബാങ്കിൽ നിന്ന് വളരെ എളുപ്പം ലോൺ ലഭിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ബാങ്കിംഗ് സിസ്റ്റം മാറ്റിയെടുത്തിരിക്കുന്നു. കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലോൺ പോലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികം ലഭിക്കുന്ന തരത്തിലേക്ക് വ്യവസ്ഥിതികൾ മാറ്റിയിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ തുകയാണ് ഇന്ന് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ബാങ്കുകൾ വളരെ വലിയ ലാഭവും ഉണ്ടാക്കുന്നുണ്ട്. അതിനർത്ഥം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർ നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. അവർ കൃത്യമായി തിരിച്ചടവുകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ബാങ്കുകളുടെ തകർച്ചയെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ, ബാങ്കുകളുടെ കിട്ടാക്കടത്തെക്കുറിച്ചാണ് അവർ എഡിറ്റോറിയലുകൾ എഴുതിയിരുന്നതെങ്കിൽ, ഇന്ന് അതേ മാധ്യമങ്ങൾ എഴുതുന്നത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകൾ 1.5 ലക്ഷം കോടി രൂപ ലാഭവിഹിതമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, പത്രങ്ങളുടെ ഹെഡ്ലൈൻസിലല്ല മാറ്റം വന്നത്, നമ്മുടെ രാജ്യത്തെ സിസ്റ്റത്തിലാണ് മാറ്റം വന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ ഹെഡ്ലൈനുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റം, സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ശക്തമാണെന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ വലിയ സിസ്റ്റം ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തതാണ്. 1 നേഷൻ 1 ടാക്സ് എന്ന നിലയിൽ GST നടപ്പിലാക്കാൻ കഴിഞ്ഞതും GSTയിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതും ഭാരതത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് പ്രധാനപ്പെട്ട അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ രാജ്യത്ത് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എഫിഷ്യൻസി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ 100 കണക്കിന് കാലഹരണപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഇനിയും നിരവധി കാര്യങ്ങൾ പൊളിച്ചെഴുതാൻ വേണ്ടി പോവുകയാണ്. നോക്കൂ, ഈ കാര്യത്തിൽ എനിക്ക് ദൃഢനിശ്ചയമുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഡീറെഗുലേഷൻ കമ്മീഷൻ പോലും ഞാൻ പുതുതായി തുടങ്ങാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ മാറ്റം കൂടി ഞാൻ കാണുന്നുണ്ട്. ഇത് ഭാരതത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ലോകത്തിൽ ആദ്യത്തെ വ്യാവസായിക വിപ്ലവം ഉണ്ടായ സമയത്ത് ഭാരതം അടിമത്തത്തിൻ്റെ ചങ്ങലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ലോകത്ത് 2ാം വ്യവസായവൽക്കരണ വിപ്ലവം ഉണ്ടായ സമയത്ത് ഭാരതത്തിൽ തദ്ദേശ വ്യവസായങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ അവയെ തകർക്കാനുള്ള ശ്രമമാണ് ഭാരതം ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്തിരുന്നത്. നോക്കൂ, ലോകത്ത് വളരെ വലിയ കമ്പ്യൂട്ടർ വിപ്ലവം ഉണ്ടായ സമയത്ത് ഭാരതത്തിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് പ്രത്യേകം ലൈസൻസ് വേണം എന്നുള്ള രീതിയിലാണ് ഇവിടം ഭരിച്ച സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നത്. 3ാമത്തെ പ്രധാനപ്പെട്ട വ്യാവസായിക വിപ്ലവ കാലത്തും ഭാരതത്തിന് വേണ്ടത്ര രീതിയിൽ അത് ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഭാഗമായി വളരാൻ കഴിഞ്ഞില്ല. അതിനുള്ള സഹായം ഭാരതം ഭരിച്ച സർക്കാരുകൾ ചെയ്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലമാണ്. ഇന്ന്
ഭാരതം ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി ലോകത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് വളരാൻ കുതിക്കാൻ തയ്യാറാണ്.